വെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് കുടുംബം അറിയിച്ചു. പരാതിക്ക് മുകളിൽ നടപടിയെടുക്കാതിരുന്നത് പോലീസിൻ്റെ അടുത്ത് വീഴ്ചയാണെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യമുള്ളതുമാണ്. ആ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകി ആ കുടുംബത്തെ സങ്കട നിവൃത്തി വരുത്തി തരണമെന്നാണ് പരാതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരാതിക്ക് അനുസൃതമായി കാര്യമായി ഇടപെടും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും. കാരണം ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിൻ്റെയും പ്രേരണ യാസൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെയും കേസെടുക്കണം എന്നുള്ളത് ബിബിലയുടെ ഉമ്മയുടെ പരാതി വനിതാ കമ്മീഷന് ഇന്ന് തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. കാസർകോട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കേസെടുത്തു. സർക്കാരിന് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും 1 മാസത്തിനകം മറുപടി നൽകണം. മാധ്യമവാർത്തകൾ ശരിയാണെങ്കിൽ വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ചൈതന്യകുമാരി കഴിഞ്ഞ ഡിസംബർ 7-നാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വിദ്യാർത്ഥിനി ചാടുകയായിരുന്നു. അബോധാവസ്ഥയിലായിരുന്ന ചൈതന്യകുമാരി 3.5 മാസത്തോളം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. ഈ മാസം 22-നാണ് വിദ്യാർത്ഥിനി മരിച്ചത്. CMRL എക്സോളജിക് ഇടപാടിലെ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിൽ വിധി നാളെ. ഗിരീഷ് ബാബുവും മാത്യു കുഴൽനാടനും നൽകിയ റിവിഷൻ ഹർജിയിലാണ് വിധി. വിവരങ്ങളുമായി ഇപ്പോൾ സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വിശദാംശങ്ങൾ. വലിയ ഇടിമുഴക്കം ഉണ്ടായ ഒരു